ഈ സ്ഥലത്ത് ഈ നേരത്തെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു തരാം. വെൽക്കം ടു ദ ഫോർത്ത് വീഡിയോ ഫോർ ടസ്കൻ സീരീസ്. ടസ്കനിയിലെ സൺസെറ്റ് ആസ്വദിച്ചു നിന്നപ്പോൾ സമയം ഒരുപാട് വൈകി. പിന്നീട് വലയടിയോർച്ച ഇന്ന് തന്നെ പോകാനുള്ള പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഏറെ നേരം ഡ്രൈവ് ചെയ്തതിനു ശേഷം ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കൊച്ചു ടൗണിലാണ്. പേര് സാൻ കോരിക്കോ ഡി ഓർക്കിയ. പല ഇറ്റാലിയൻ പ്രദേശങ്ങളുടെ പേരുകളും മലയാളം സംസാരിക്കുന്ന നമുക്ക് കടിച്ചാൽ പൊട്ടാത്തവ തന്നെയാണ്. സാൻ എന്നാൽ ഇറ്റാലിയൻ ഭാഷയിൽ സെയിൻറ്റ് അഥവാ പുണ്യാളൻ എന്നാണ് അർത്ഥം. ഓർക്കിയ വാലിയിലെ ക്വാരിക്കസ് പുണ്യാളൻ്റെ നാട്. നേരം ചെറുതായൊന്ന് വൈകിയിരിക്കുന്നു. ഭക്ഷണം കഴിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടി ടൗണിന് പുറകെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കാനിറങ്ങിയത്. സാൻ കോരിക്കോ ഡി ഓർക്കിയ ഒരു മെഡീവൽ ടൗൺ ആണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കാനും അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാനുമായി നിരവധി ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണിത്. ഒരുപാട് നടന്ന് മുന്നോട്ട് നീങ്ങിയ ഞങ്ങൾ കണ്ടത് മനോഹരമായി പണിതീർത്ത ഒരു മെഡീവൽ ക്രിസ്തീയ ദേവാലയമാണ്. നേരത്തെ പറഞ്ഞ ക്വാരിക്കസ് പുണ്യാളന്റെ പേരിലുള്ള പള്ളിയാണിത്. പതിയെ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഈ പ്രദേശത്തെ കെട്ടിടങ്ങളും ദേവാലയങ്ങളും മെഡീവൽ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പരിപാലിച്ചു പോരുന്നത്. പ്രധാനമായും ഈ ദേവാലയത്തിന് 3 കവാടങ്ങളുണ്ട്. 12-ാം നൂറ്റാണ്ടിലെ റോമൻ ശൈലിയെയും പിന്നീട് വന്ന 13-ാം നൂറ്റാണ്ടിലെ ലൊംബാർഡിക് സ്റ്റൈലിനെയും 6-ാം നൂറ്റാണ്ടിൽ രൂപകൽപ്പന ചെയ്ത റോമൻ ഗോത്തിക് ശൈലിയെയും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഓരോ കവാടങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി ഡിന്നർ കഴിക്കണം. അതിനായി റെസ്റ്റോറൻറ്റ് തപ്പിയിറങ്ങിയതാണ്. ഒരു സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. നേരം ഏറെ വൈകിയതുകൊണ്ട് കാറിൽ തന്നെ ഈ രാത്രി കഴിച്ചുകൂടാൻ